എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് തൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം, ഇസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരുന്ന ആ മരണത്തിൻ്റെ രംഗം, അവിടെ നിന്ന് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഖബറിൻ്റെ അകത്തുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച്, അതിൻ്റെ അകത്തെ ഇരുളിനെക്കുറിച്ച്, അതിൻ്റെ അകത്തെ അദാബുകളെക്കുറിച്ച്, അവിടെ നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചുറപ്പിൻ്റെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെയുണ്ടാകുന്ന ഭയാനകമായ അവസ്ഥകളെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറയുന്നത് കേട്ടിട്ട് പ്രവാചകന്റെ മുന്നിലിരുന്ന് സ്വഹാബാക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഭയാനകമായ യഥാർത്ഥമായ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന സ്വഹാബാക്കൾ മുഴുവനും കരഞ്ഞു വല്ലാത്തൊരവസ്ഥയിൽ പ്രവാചകന്റെ മുന്നിൽ കൈകാലുകൾ വിറയ്ക്കുന്നൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ തൻ്റെ സ്വഹാബാക്കളോട് ചോദിച്ചു, സഹാബ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് സൂക്ഷിക്കാൻ കഴിയുമോ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബാക്കളെ എല്ലാവരും ഭയന്ന് വിറച്ചുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. പ്രവാചകന് രണ്ടാമതും ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ലോകത്തിന്റെ നേതാവ് ചോദിക്കുമ്പോൾ എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മിണ്ടാതിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സ്വഹാബത്തിന്റെ ഇടയിലിരുന്നു കൊണ്ട് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ തയ്യാറാണ് നബിയേ. അങ്ങ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ ഞാൻ തയ്യാറാണെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് പറയുന്നു, അബൂ ഹുറൈറ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. നീ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ പുണ്യമാസത്തിൽ ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറ്, ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടു പോകുന്ന അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സീറ്റുറപ്പിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുമ്പോൾ അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടുകൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? അബൂ ഹുറൈറ, ഇത്തഖിൽ മഹാരിമാ തകുൻ അഗ്ബദന്നാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നാമതായി സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള എളുപ്പവഴിയായി പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ? അബൂ ഹുറൈറ, ഹറാമുകളെ സൂക്ഷിക്കണേ അബൂ ഹുറൈറ. എന്റെ പ്രിയമുള്ളവരെ, വൻപാപങ്ങളെ സൂക്ഷിക്കാൻ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ വൻപാപങ്ങൾ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പടച്ചവനെ, കള്ളു കുടിക്കുന്നതും വ്യഭിചരിക്കുന്നതും പരിശു തിന്നുന്നതും ഇതെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും പ്രവാചകനും അവിടെ നിന്ന് വൻപാപങ്ങളായി പറഞ്ഞു തരുമ്പോ, ഈ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 95 വയസ്സുണ്ട്. പടുവൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ
എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇശാ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി കഴിയുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അള്ളാന്റെ പള്ളിക്കകത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിക്കകത്തിരുന്ന് കരയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് പള്ളിയിൽ താമസിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ നോക്കുകയാണ്. എന്തു പറഞ്ഞിട്ടാ കരയുന്നത്? എന്താണ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്? ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനസ് സിനാ. പടുവൃദ്ധനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, വ്യഭിചാരമെന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. പടച്ചവനെ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോ ചെറുപ്പക്കാരൻ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നു, തങ്ങള്, നിങ്ങൾക്ക് 95 വയസ്സായല്ലോ, നിങ്ങൾ പടുവൃദ്ധനായല്ലോ, നിങ്ങളൊരു പെണ്ണുമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുത്ത മറുപടി, പൊന്നുമോനെ, എനിക്കല്ലേ പ്രായമായത്, ഇബ്ലീസിന് പ്രായമായിട്ടില്ലല്ലോ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, ആദം സന്തതികളുടെ പേരിൽ വ്യഭിചാരത്തിന്റെ പാപം എഴുതുമെന്നാണ്. വ്യഭിചാരത്തിന്റെ കുറ്റം ആദം നബിയുടെ മക്കളുടെ പേരിൽ എഴുതും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ഒരാണിന്റെയും പെണ്ണിന്റെയും മുഖ്യഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിന് മാത്രമല്ല, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്. അല്ലാഹു ഖുർആനിലൂടെ നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്തെന്നറിയുമോ? വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിശാ. നിങ്ങൾ അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ, ആ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്യല്ലേ എന്ന് ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, പെങ്ങളെ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, കണ്ണിന്റെ വ്യഭിചാരം എന്തെന്നറിയുമോ? അന്യ പെണ്ണിന്റെ ശരീരം കാണല്, അന്യ പുരുഷന്റെ ശരീരം കാണല്, അത് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഹറാമ് കാണല്, പടച്ചവനെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ടിവിന്റെ അകത്തുകൂടെ ഞാനും നിങ്ങളും ഈ പാപം ഇങ്ങനെ കണ്ടാസ്വദിക്കുന്നവരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ശിക്ഷ എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ ഹറാമ് കണ്ട നിന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിലേക്ക് അല്ലാഹുവേ നരകത്തിന്റെ ഈയ മുരുക്കി ഒഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നൊക്കെ ഇത് പാപമല്ല എന്ന് കരുതുന്ന ഒരു കാലഘട്ടമാണ്. മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ ഓടിച്ച് കളയുന്നത് പോലെ ഇന്നിങ്ങനെയുള്ള പാപങ്ങൾ നിസാരമായി തള്ളിക്കളയുമ്പോ അറിവുള്ളവനും അറിവില്ലാത്തവനും, താടിയുള്ളവനും തഴമ്പുള്ളവനും, ആലിമും ജാഹിലുമെല്ലാം ഈ വിഷയത്തിൽ കണക്ക് തന്നെയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാ. എന്റെ പ്രിയമുള്ളവരെ, ടി വി ഇല്ലാത്ത പായിപ്പാട് ഏത് വീട്ടിലാണ്? പടച്ചവരെ, ഏത് പാവപ്പെട്ടവന്റെ വീടെടുത്ത് നോക്കിയാലും ടി വി ഉണ്ടല്ലോ. ആലിമിന്റെ വീട്ടിലുണ്ട്, ഹജ്ജ് ചെയ്തവന്റെ വീട്ടിലുണ്ട്, ഉംറ ചെയ്തവന്റെ വീട്ടിലുണ്ട്, പ്രസംഗിക്കുന്നവന്റെ വീട്ടിലുണ്ട്, ജമാഅത്തിന്റെ ഭാരവാഹിയുടെ വീട്ടിലുണ്ട്. അല്ലാഹുവേ, ഫർദയും ധരിച്ച് ഹിജാബും
വിട്ട് ഏത് നല്ല കാര്യത്തിനും മുന്നിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ വീട്ടിലുമുണ്ട്. ഇത് പാപമാണെന്നറിയാത്ത ആരാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, തെറ്റാണെന്നറിയാത്ത ആരാവുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അനുയായികളാ. അരപ്പാവാടയിട്ടാടുന്ന പെണ്ണിന്റെ ആട്ടം കാണാ. താടിയുള്ള വാപ്പയ്ക്കും കുഴപ്പമില്ല, നിസ്കാര തഴമ്പുള്ളവനും കുഴപ്പമില്ല, ഹജ്ജ് ചെയ്തവനും കുഴപ്പമില്ല, ഫർദ് ധരിക്കുന്നവൾക്കും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു പാപമാണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയുന്ന മുസ്ലിമേ, ആരാ പറഞ്ഞതെന്നത് നിസ്സാരമാണെന്ന്? ഇത് ചെറിയ പാപമാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ചെറിയ പാപമല്ല ഇത്, ചെറിയ തെറ്റല്ല ഇത്. നിന്റെ ഭവിഷ്യത്ത് നിനക്കറിയാനിട്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഖിരിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ, എന്റെ കൂടപ്പറപ്പുകൾക്ക് സംഭവിച്ചത് എനിക്ക് തരല്ലേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഈ മഹാനവിടന്ന് ചോദിച്ചു, മോനെ, എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, എനിക്ക് 2 കൂടപ്പറപ്പുകൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാണ് വിളിച്ചതെന്നറിയുവോ വാപ്പാ? 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. എന്ത് പ്രതിഫലമാണ് ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം! പായിപ്പാടി ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന വ്യക്തി പള്ളിയിലെ ഇമാമല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല, അല്ലെങ്കിൽ ഈ നാട്ടുകാരല്ല. ഈ പായിപ്പാടി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി ആരെന്നറിയുമോ? ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന. ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആ മനുഷ്യൻ ആരും പരിഗണിക്കാറില്ല, വലിയ മഹത്വം നൽകാറില്ല, വലിയ പരിഗണന നൽകാറില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരിഗണന നൽകിയില്ലെങ്കിലും ആ മനുഷ്യന് അല്ലാഹു പരിഗണന നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇഴഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ മുഖതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം എഴുന്നേറ്റ് വരുന്ന പടച്ചുറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, മരണസമയം അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ എന്നോട് പറഞ്ഞു അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. ഞാൻ വിചാരിച്ചു ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഞാൻ ഖുർആൻ എടുത്തുകൊണ്ട് എന്റെ സഹോദരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കഫർതു ബില്ലാഹി ബിമാ ഉൻസില
അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആനങ്ങ് വലിച്ചു കീറുകയാണ്. എന്നിട്ട് വലിച്ചെറിയുകയാണ്. അല്ലാഹുവേ, എന്റെ കൂടപ്പറപ്പ് കാഫിറായി മരിച്ചുപോയി. 40 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യന്റെ ചരിത്രമാ പറയുന്നത്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ രണ്ടാമത്തെ സഹോദരനും അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ രണ്ടാമത്തെ സഹോദരന്റെയും ആഖിബത്ത് മോശമായിരുന്നു. അല്ലാ, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാഹുവേ, എനിക്കങ്ങനെ ഒരു ഗതി വരുത്തല്ല അല്ലാ. ആ ചെറുപ്പക്കാരന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ രണ്ടാമത്തെ സഹോദരനും അങ്ങനെയാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ, എനിക്ക് നീ അങ്ങനെ ഒരു മരണം തരല്ലേ തമ്പുരാനെ. മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, പൊന്നുമോനെ, നിന്റെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? എന്റെ പ്രിയമുള്ളവരെ, അവര് കള്ളു കുടിക്കുന്നവരായിരുന്നില്ല, വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, നിസ്കരിക്കാത്തവരായിരുന്നില്ല, ഖുർആൻ ഓതാത്തവരായിരുന്നില്ല, സദക്ക കൊടുക്കാത്തവരായിരുന്നില്ല. അവരല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. നമ്മൾക്കുള്ള അതേ ദുശീലം, ആ ദുശീലം നമ്മളിൽ പലർക്കുമുണ്ട്. ആ ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുന്ന, തങ്ങള്, എന്റെ 2 സഹോദരന്മാർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയുമോ? അവര് കള്ളു കുടിക്കുകയായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവർ അല്ലാഹുവിനെ മറന്ന് നടക്കുന്നവരായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അവര് 2 പേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു. വാപ്പാ, നീയും അങ്ങനെയല്ലോ. പള്ളിയിൽ വന്ന പള്ളിയിൽ വന്ന പിന്നെ ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്ന് സീരിയൽ കാണാം. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്കൊരു മടിയുമില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ജമാഅത്ത് പള്ളിയിൽ നടന്നു. മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനെ ആ മുസല്ലയിൽ ഇരുന്ന് ദുആ ചെയ്തിട്ട് നീ ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഉമ്മ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരൂല ഉമ്മ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ സഹോദരങ്ങളുടെ 40 കൊല്ലം ബാങ്ക് വിളിച്ച, 10 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ കൂടപ്പറപ്പുകളുടെ ആഖിബത്ത് മോശമാകാനുള്ള കാരണം അവര് ഹറാമ് കാണുന്നവരായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇത് നിസാര പാപമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്യ പെണ്ണിന്റെ ശരീരം കാണല് കണ്ണിന്റെ വ്യഭിചാരമാ, അത് കണ്ണിന്റെ വ്യഭിചാരമാ. ആര് പറഞ്ഞാലും അത് തെറ്റല്ലെന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. റസൂലുള്ളാഹി പറയുന്നു, ചെവിയുടെ വ്യഭിചാരം മോശമായ കാര്യങ്ങൾ കേൾക്കലാണ്, മോശമായ കാര്യങ്ങൾ പറയൽ നാവിന്റെ വ്യഭിചാരമാണ്. പച്ച സെക്സ് പറയുന്ന ചെറുപ്പക്കാരാ, ഭാര്യയുടെ മണിയര രഹസ്യം വരെ കാമുകിയോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ട്, അത് പറഞ്ഞു കൊടുക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം. ആര് കിടന്നാലും കിടക്കൂല, ആര് സ്വർഗ്ഗത്തിൽ കിടന്നാലും കിടക്കൂല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? മണിയറ രഹസ്യം മറ്റുള്ളവനോട് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കിടക്കാത്തവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ തന്റെ മണിയറ രഹസ്യം പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാതിരാത്രി ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് മൊബൈലിലൂടെയാണ്. പടച്ചവനെ, ഭക്ഷണം കടിച്ച ഒരു ഉമ്മ ഒരു റൂമില്, മോളൊരു റൂമില്, മോനൊരു റൂമില്. പടച്ചവനെ, ഇന്ന് പാതിരാത്രി വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ
വിളിക്കുമ്പോ ഉമ്മമാരെ ഈ നാവ് കൊണ്ടാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം തന്റെ അനുയായികളെ കടന്നു വരുന്ന സമയം കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ പാതിരാത്രി മുഴുവനും വൃത്തികേടുകൾ പറഞ്ഞ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോശമായത് പറയല്, മോശമായത് കേൾക്കല്, അത് ചെവിയുടെ വ്യഭിചാരം, അത് നാവിന്റെ വ്യഭിചാരം. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒരു അന്യ പുരുഷന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അവനെ തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടം തിന്നുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ മൃഗം കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുമ്പോ അതിനെ കെട്ടിപ്പിടിക്കടാ. ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിക്കലാ. 7 വെള്ളത്തിൽ കഴുകിയാ അത് ശുദ്ധമാകുമല്ലോ. ഈ പാപം നീ എവിടെ കൊണ്ട് കഴുകിക്കളയാരാ? ഭർത്താവിന്റെ അനുജന്റെ ബൈക്കിന്റെ പുറകിൽ കയറി ഇരുന്ന് പോകുന്ന നിനക്കത് പറഞ്ഞാ തിരിയൂല. ഇതൊക്കെ പറഞ്ഞാലും പ്രായപൂർത്തിയായ പൊന്നുമോള് കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറ്റി യാത്രയാക്കുന്ന നിനക്കത് തിരിയൂല. പെങ്ങളെ, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്, അയൽവാസികളെയല്ല സൂക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയോ. പെങ്ങളെ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അവർക്ക് പരസ്പരം തൊട്ടാലും തടകിയാലും പിടിച്ചാലും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് വയലു പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് മനസ്സിലാവൂല. ചെറുപ്പക്കാരാ, പാപമാടാ. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരീരത്തെ തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട. ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. എന്റെ ശരീരത്തെ തൊടല്ലേ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം പൊന്നുമോര്. ഏതുപോലെ എന്നറിയുവോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ 1-ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാ. പടച്ചവനെ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട്, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ആരുമില്ലാതെ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് കയറി കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? പാതിരാത്രി ഒരു ചെറുപ്പക്കാരന് ആരും കാണാതെ ഒരു പെണ്ണ് വഴിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറക്കുകയാണ്, കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ. എന്റെ ശരീരത്തെ ആദ്യമായിട്ടൊരന്യ പെണ്ണ് തൊട്ടുപോയല്ലോ. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ചെറുപ്പക്കാരാ, കരഞ്ഞ് ബോധം കെട്ടങ്ങ് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീഴുമ്പോ സുന്ദരിയായ പെണ്ണ് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ താഴെ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഏതോ വഴിയാത്രക്കാരി എടുത്തുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. ആ ചെറുപ്പക്കാരന്റെ പിതാവ് ആ പൊന്നുമകന് ബോധം വന്നപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്തേ പൊന്നുമോര്? കരഞ്ഞുകൊണ്ട് പറയുന്നു, ഖസ്റ ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. വാപ്പാ, എന്റെ ശരീരത്തൊരന്യ പെണ്ണ് തൊട്ടു, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി. വാപ്പയോട് നടന്നത് മുഴുവനും പൊന്നുമകന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പിതാവ് പറഞ്ഞു, പൊന്നുമോനെ, നീ തെറ്റുകാരനല്ല, അവളല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. പൊന്നുമോനെ, പടച്ചവൻ നിനക്ക് പുറത്തു തരുമടാ. എന്തു പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന് മനസ്സിലാകുന്നില്ല. അവസാനം അവിടെ
എന്ന് പറഞ്ഞു. ഖലീഫയോട് ചോദിക്ക്, ഇതിന്റെ മസല ഉമർ തങ്ങളോട് ചോദിക്ക്. വാപ്പ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഇതിന്റെ മസല ചോദിച്ചോ. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോൻ അല്ലാഹു പുറത്തു കൊടുക്കും, അവൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണ്, അവന് തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ തന്റെ വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമകനോട്, മോനെ നീ നിരപരാധിയാണെന്ന് പറയാന് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അങ്ങോട്ട് കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്. എന്നിട്ടും ഞാൻ പാവിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, ഞാൻ നാളെ വ്യഭിചാരിയെ പോലെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടികെട്ടും മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ജനാസ ഇറക്കി വെക്കുമ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ, നിനക്ക് അല്ലാഹു 2 സ്വർഗം തരുമടാ എന്ന് അല്ലാഹുവേ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, ചെറുപ്പക്കാരാ സാഹചര്യം കിട്ടുമ്പോ ഒഴിവാവണമടാ പൊന്നുമോന്. പെങ്ങളെ യവനാട് എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരനാണെങ്കിലും ഉമ്മ പറയും അവന്റെ പുറകിൽ കയറി പോകാൻ പറയുമ്പോ നീ ഉമ്മയോട് പറയണം, ഉമ്മ പാപമാണ്, ഇത് വ്യഭിചാരമാണ്, നിങ്ങൾ വ്യഭിചരിക്കാനാണ് പറയുന്നത്, എനിക്ക് പടച്ചറപ്പിനെ പേടിയാണ്, എനിക്ക് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞോ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ വൻപാപങ്ങളെ ഉപേക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമുകളെ ഒഴിവാക്ക്, വൻപാപങ്ങൾ ഒഴിവാക്ക്. കള്ളു കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, പലിശ തിന്നുന്നത് പറയാൻ ഒരു ഉസ്താദ് വയൽ തന്നെ ഈ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എന്റെ മോൻ വയല് കേൾക്കാനുണ്ടാകും ഉസ്താദെ, എന്നെ തല്ലാറുണ്ട് വീട്ടിൽ കയറി വന്നിട്ട്, അവനിപ്പം മയക്കുമരുന്നാ കഴിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പറയാൻ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇന്ന് കള്ളുകുടിയൊക്കെ മാറി ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് ചെറുപ്പക്കാർ മാറുന്ന കാലം. സ്കൂളിൽ പഠിക്കണ മക്കൾ വരെ ഉപയോഗിക്കുക, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല. കള്ളുകുടിക്കുന്നവൻ അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കൂല, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കില്ല. പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് കള്ളുകുടിച്ചാൽ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവന്റെ ഈമാൻ ഊരി മാറ്റി, അവൻ ഈമാനില്ല. 40 ദിവസം അവൻ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. അവൻ മരിക്കുന്ന സമയത്ത് അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. അവന്റെ ജനാസ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഖബറടക്കി കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. രണ്ടാമത് നീ പോയി ഖബർ മാന്തി നോക്കിയാൽ അവന്റെ തല കിബിലയ്ക്ക് എതിരായി തിരിഞ്ഞിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കിബിലയുടെ നേരെ അവന്റെ തല ഇരിക്കൂല. അവൻ നാളെ പരലോകത്ത് വരുന്നത് പേപ്പട്ടിയുടെ രൂപത്തിലാ. നാളെ പേപ്പട്ടി നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് അല്ലാഹുവേ ഈള ഒലിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ പുഴുത്ത് നാറിയവനെ പോലെ നാളെ പരലോകത്തവനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവൻ സ്വർഗത്തിൽ കടക്കൂല. അവൻ അല്ലാഹു നരകത്തിൽ കൊടുക്കുന്നത് നെഹ്റുൽ ഹിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, എന്താ നബിയെ നെഹ്റുൽ ഹിബാൽ? അത് ചീഞ്ചലം, നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കള്ളുകുടിക്കുന്നവരാണെന്ന് ഞാൻ പറയൂല. പക്ഷേ എങ്കിലും കള്ളുകുടിക്കുന്നവരുടെ കൂടെ കൂടുന്നവരാ ഞാനും നിങ്ങളും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.